എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ LD ക്ലർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ചോദിച്ചതാണ്. അപ്പം നമുക്ക് അത് ചെയ്യാം. നിങ്ങൾക്ക് GK പാർട്ടും സയൻസ് പാർട്ടും വേണമെങ്കിൽ ഹരിശ്രീ PSC എന്നുള്ള നമ്മുടെ ചാനലിൽ 150ഓളം ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പം അത് നോക്കി പഠിക്കണം. ഇംഗ്ലീഷ് മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് വേറെയുണ്ട്. അപ്പം അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ PSCയിൽ നേടാൻ സാധിക്കും. മാത്സ് നമ്മൾ ഈ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ ഏകദേശം എല്ലാ കൊല്ലത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കുക, പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9876 മൈനസ് 3789 ഇങ്ങനെയാണ് ചെയ്യുക. 9876 മൈനസ് 3789 അല്ലേ? പലർക്കും ഇതൊരു കൺഫ്യൂഷൻ ആണ്. കാരണം 6 9 മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് എടുക്കും അല്ലെ? 6 ഇതാക്കും, ഇവിടെ 16 ആവും. അപ്പൊ 16 മൈനസ് 9 എത്രയാണ്? 7 ആണ് അല്ലെ? 6 മൈനസ് 8 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് എടുത്തു. അപ്പൊ 7 ഇവിടെയായി, ഇവിടെ 16 ആയി. 16 മൈനസ് 8 എത്രയാണ്? 8. 7 മൈനസ് 7 എത്രയാണ്? 0. 9 മൈനസ് 3 എത്രയാണ്? 6. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. പലർക്കും ഇതൊരു കൺഫ്യൂഷൻ ആണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16, 24, 32 എന്നീ സംഖ്യകളുടെ ലസാഗു LCM കാണുക. എങ്ങനെയാണ് ലസാഗു കാണുക? 16, 24, 32 ഇതിൽ മൂന്നിലും പോണത് നമ്മൾ ആദ്യം നോക്കുക. മൂന്നിലും പോവാൻ പറ്റണ സംഖ്യ ഏതാണ്? 2. 2 16, 12 24, 16 2 32. ഇനിയും 2 പോവും അല്ലെ എല്ലാത്തിലും. അപ്പൊ 4 2 8, 6 2 12, 8 2 16. ഇനിയും 2 പോവും. അപ്പൊ എത്രയാണ്? ഈ 2 4, 3 2 6, 4 2 8. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണതും എടുക്കാം LCM ആയതുകൊണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിൽ പോണത് ഏതാണ്? 2. അപ്പൊ 1 3 2 എന്ന് കിട്ടി. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ എന്താണ്? 3 2 6, 6 2 12, 12 24, 24 2 48, 48 2 96. അപ്പൊ D എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. LCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ HCF ആണ് വെച്ചെങ്കിൽ ഏതുവരെ വരുള്ളൂ? ഇതുവരെ വരുള്ളൂ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 മാത്രമേ വരുള്ളൂ. എന്തുകൊണ്ടാണ്? 3 എണ്ണത്തിലും പോണത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. HCF ആവുമ്പോ, ഉസാഗയാവുമ്പോ, ലസാഗു ആവുമ്പോ 2 എണ്ണത്തിലെങ്കിലും പോണത് എടുക്കാം. അത് കഴിഞ്ഞ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 നോക്കൂ. 4 8 16 ഇതിന്റെ LCM എന്ത് വരും? ഇത് 4ന്റെ ഒരു ഗുണിതാണ് 16, 8ന്റെ ഒരു ഗുണിതാണ് 16. അപ്പൊ നമുക്ക് 16 LCM ആയി എടുക്കാം അല്ലെ? അപ്പം 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 പ്ലസ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും 2 കൊണ്ട്. അപ്പൊ 2 പ്ലസ് ഇവിടെ പിന്നെ 1 തന്നെ. 4 2 6 1 7, 7/16. C എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19/125ന്റെ ദശാംശ രൂപം കാണുക. 19 ഡിവൈഡഡ് ബൈ 125 എങ്ങനെയാണ് ചെയ്യുക? 19ൽ പൂവില്ല. അപ്പൊ പോയിന്റ് ഇടുക. പിന്നെ എന്താണ്? 0 ഇവിടെ ചേർക്കുക. അപ്പൊ 190 ആയി. എത്ര പ്രാവശ്യം പോവും? 125 ഒരു പ്രാവശ്യം. അപ്പൊ 125 എഴുതുക. 190 മൈനസ് 125 എത്ര വരും? 5. പിന്നെ ഇവിടെ എന്താ വരിക? 8ന്ന് 2 പോയ അല്ലെ? 8 ഇവിടെ വരുള്ളൂ. 10 ഇവിടേക്ക് എടുത്തുണ്ടെങ്കിൽ 8 വരുള്ളൂ. 8 മൈനസ് 2 6 അല്ലെ? 650 വരും. അപ്പൊ ഇനി എത്ര പ്രാവശ്യം പോവും? ഏകദേശം ഒരു 5 പ്രാവശ്യം പോവെന്ന് വിചാരിക്കുക. 5 25, 2 5 10 2 12, 1 ഓരഞ്ച് 5 1 6 അല്ലെ? അപ്പൊ 25 ബാക്കി വരും. ഇനി 250 ആയി. 250 എത്ര പ്രാവശ്യമാണ്? 125ല് 2 പ്രാവശ്യം. അപ്പൊ 250 0 വന്നു.
അപ്പൊ ഏതാണ് ആൻസർ? 0.152 എന്നുള്ളതാണ് ആൻസർ. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 9/100 ഇൻറ്റു 625 ഇൻറ്റു 81. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ല വെച്ചെങ്കിൽ ഇവിടുന്ന് തന്നെ വെട്ടിക്കളയാം, അത് കഴിഞ്ഞിട്ട് റൂട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യം റൂട്ട് എടുക്കുക. അതായത് 9ന്റെ റൂട്ട് എത്രയാണ്? 3. 625ന്റെ റൂട്ട് എന്താണ്? 25. 3 ഇൻറ്റു 25/100ന്റെ റൂട്ട് എത്രയാണ്? 10 ഇൻറ്റു 81ന്റെ റൂട്ട് 9. അപ്പൊ ഇവിടുന്ന് ഇനി 2 പ്രാവശ്യമാണ് 5, ഇവിടെ 5 പ്രാവശ്യമാണ് 5 അല്ലെ? ഇവിടെ 3 പ്രാവശ്യം 3. അപ്പൊ 5/6 എന്ന് വരും. ബി എന്നുള്ളതാണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം. ഇവിടെ 25 4 പ്രാവശ്യമാണ്. ഇവിടെ 25 എത്ര പ്രാവശ്യം പോവും? 25 പ്രാവശ്യം അല്ലെ? പിന്നെ ഇവിടെ 9 പ്രാവശ്യം പോവും. അപ്പൊ 25/36 എന്ന് വരും. 25/36ന്റെ റൂട്ടാണ് ഏതെന്ന് പറയണത്? 5/6 അല്ലെ? 25ന്റെ റൂട്ട് 5ഉം 36ന്റെ റൂട്ട് 6ഉം. 5/6. അത് തന്നെയാണ് നമുക്ക് കിട്ടിയ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 പേരുടെ ശരാശരി വയസ്സ് 12 ആണ്. അതിൽ ഒരു കുട്ടിയുടെ വയസ്സ് 8 ആയാൽ ബാക്കി 4 പേരുടെ ശരാശരി വയസ്സ് എത്ര? 5 പേരുടെ ശരാശരി എങ്ങനെയാ കാണുക? ടോട്ടൽ വയസ്സ് ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ടോ അത്. അങ്ങനെ ആവുമ്പോഴാണ് ശരാശരി വയസ്സ് കാണുക അല്ലെ? അപ്പൊ ടോട്ടൽ ഡിവൈഡഡ് ബൈ 5 പേര് എന്ന് പറയുന്നതാണ് 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എന്ത് വരും? 12 ഇൻറ്റു 5, അതായത് 60 അല്ലെ? ഇനി ഒരു കുട്ടിയുടെ വയസ്സ് 8 ആയാൽ അപ്പൊ 60 8 മൈനസ് ചെയ്ത 52 ആണ് ബാക്കി കുട്ടികളുടെ വയസ്സ് അല്ലെ? അപ്പൊ ആ 4 പേരുടെ ശരാശരി, അതായത് ഈ 52 ഡിവൈഡഡ് ബൈ 4 എത്രയാണെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പൊ 4 4. പിന്നെന്താണ് ഇവിടെ എന്ത് വരും? 4 4 12ല് 3 4 12 അല്ലെ? 13 എന്നുള്ളതാണ് വരിക. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 4300 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര? കൂടുതൽ വിലക്ക് വാങ്ങിയിട്ട് കുറച്ച് വിലക്ക് വിറ്റാൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക അല്ലെ? അതിന്റെ ശതമാനമാണ് കണക്കാക്കേണ്ടത്. അപ്പൊ നഷ്ടശതമാനം കണക്കാക്കാനുള്ള വാക്യം നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. അപ്പൊ നഷ്ടം ഇവിടെ എത്രയാണ്? 5000 മൈനസ് 4300 എന്ന് പറഞ്ഞാൽ 700 ആണ് അല്ലെ? 700 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 5000 അല്ലെ? 5000 ഇൻറ്റു 100. അത് എത്രയാണ്? ഈ 2 0 വെട്ടിക്കളഞ്ഞു, ഇവിടെ ഒരു 0 വെട്ടിക്കളഞ്ഞു. 5 70ല് എത്ര പ്രാവശ്യം പോവും? 5 5, 20ല് 4 5 20. 14% നഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എത്ര സമയം വേണം? അതായത് നമുക്കറിയാം വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ സമയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗത ചെയ്താൽ മതി അല്ലെ? വേഗത ചെയ്താൽ മതി. ഇവിടെ ദൂരം എന്താണ് പറഞ്ഞേക്കണേ? തീവണ്ടിയുടെ നീളം പറഞ്ഞിട്ടുണ്ട് അല്ലെ? 160 മീറ്റർ. മീറ്ററിലാണ് തന്നിരിക്കണേ. വേഗത 72 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അതിനെ നമ്മൾ എന്ത് ആക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അതിനെന്ത് ചെയ്യണം? 72നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 18 4 അല്ലേ? 18 4 ആണ് 72. അപ്പൊ 4 5 20 ആണ് ഇവിടെ താഴെ വരിക. അപ്പൊ 160/20 എന്ന് വരും. അപ്പൊ എത്ര വരും? 8 എന്ന് വരും. അപ്പൊ 8 സെക്കൻഡ് കൊണ്ടാണ് ഈ പോസ്റ്റ് കടന്നു പോകുക, തീവണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 12 16 എന്നീ സംഖ്യകളുടെ ഉസാഘ കാണുക. ഉസാഘ HCF കാണുക എങ്ങനെയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 8 12 16 ആണ്
അല്ലെ? അപ്പൊ ഇതിലെ എല്ലാത്തിലും പോണ സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 2 പോവും അല്ലെ? 4 2 8, 6 2 12, 8 2 16. ഇനിയും 2 പോവും അല്ലെ? ഈ 2 4, 3 2 6, 4 2 8. ഇനി ഏതെങ്കിലും പോവോ ഈ മൂന്നെണ്ണത്തിലും? ഇല്ല. അപ്പൊ ഈ 2 × 2 അതായത് 4 എന്നുള്ളതാണ് കുസാഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21 സ്ക്വയർ. 21 സ്ക്വയർ എന്ന് പറയുന്നത് 441 ആണ്. അപ്പൊ നമുക്ക് റൂട്ട് 441 21 ആണെന്ന് കിട്ടിയോ? അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടേ? റൂട്ട് ഓഫ് 4.41 എത്രയാണെന്നാണ് കണ്ടത്. അതായത് റൂട്ടിന്റെ ഉള്ളില് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ട് വെച്ചെങ്കിൽ അതിന്റെ പകുതി സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ട് വരിക. അതായത് റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോ. അപ്പൊ 21 പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ 2.1. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ ഈക്വൽ ടു ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിങ്ങനെയായാൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ഇടണം അല്ലെ? ഡിവൈഡഡ് ബൈന് പകരം എന്ത് ഇടണം? മൈനസ് ഇടണം. മൈനസിന് പകരം എന്തിടണം? ഇൻറ്റു ഇടണം. ഇൻറ്റുവിന് പകരം പ്ലസ് ഇടണം. ഇങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അത് അല്ലെങ്കിൽ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 48 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ് അല്ലെ? 3 മൈനസ് ഇനി മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. 4 × 2 8. 3 മൈനസ് 8 പ്ലസ് 9. പിന്നെ അഡീഷൻ ചെയ്യണം. 3ഉം 9ഉം കൂടി കൂട്ടിയ 12. 12 മൈനസ് 8 എത്രയാണ്? 4. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 8 13 20 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ. 5നോട് കൂടി 3 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. 8നോട് കൂടി 5 കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്. 13നോട് കൂടി 7 കൂട്ടുമ്പോഴാണ് 20 കിട്ടുക. അപ്പൊ ഇനി അടുത്തത് ഏതാവും? 3 കഴിഞ്ഞാൽ 2 കൂട്ടിയപ്പോ 5 ആയി. 5 കഴിഞ്ഞാൽ 2 കൂട്ടിയപ്പോ 7 ആയി. 7 കഴിഞ്ഞ് 2 കൂട്ടിയോ 9. അപ്പൊ 20നോട് കൂടി 9 കൂട്ടണം. അപ്പൊ 29. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോഡ് അളക്കണത് ഏതുകൊണ്ടാണ്? കിലോമീറ്റർ കൊണ്ടാണ്. ശർക്കര അളക്കുക എങ്ങനെയാണ്? കിലോഗ്രാമിലാണ്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 11 13 15 17. ഇതിൽ നോക്കൂ, 11 13 17 എല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഭാജ്യസംഖ്യയായിട്ടുള്ളത് ഏതാണ്? 15. 15-ൽ 3ഉം 5ഉം പോവും അല്ലെ? അപ്പൊ നമുക്ക് അത് മാത്രമാണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ രാമുവിന് 9 വയസ്സും രാജന് 10 വയസ്സും രവിക്ക് 11 വയസ്സും ഉണ്ട്. എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 48 ആകും? ഇപ്പോൾ ഉള്ള വയസ്സുകളുടെ തുക എത്രയാണ്? 11ഉം 9ഉം 20ഉം 10ഉം 30. 30 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. 48 ആവണം. അപ്പൊ എത്രയും കൂടി കൂടണം? 18 കൂടണം. എത്ര ആൾക്കാർക്ക്? 3 ആൾക്കാർക്ക്. ഇപ്പൊ 18/3 എത്രയാണ്? 6. അപ്പൊ 6 വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുകളുടെ തുക എന്താവുക? 48 ആവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അരുണിന്റെ റാങ്ക് 30 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അരുണിന്റെ സ്ഥാനം, അതായത് 50 കുട്ടികളാണ് ആകെയുള്ളത്. അരുണിന്റെ സ്ഥാനം 30 എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള കുട്ടികളെ എത്രയുണ്ടാവും? 20 ഉണ്ടാവും. അപ്പൊ ആ 20 കഴിഞ്ഞ് 21ാമത്തെ ആളാവും ആരെന്ന് പറയുന്നത്? അരുൺ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? അതായത് ലാസ്റ്റിൽ നിന്ന് 20 ആള് കഴിഞ്ഞ് 21ാമത്തെ ആളാണ് അരുൺ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കിയത്? ആകെയുള്ള കുട്ടികളിൽ നിന്ന് അരുണിന്റെ റാങ്ക് മൈനസ് ചെയ്തു, എന്നിട്ട് 1 കൂട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഏത്? സമചതുരം, ചതുരം, ത്രികോണം, ന്യൂനകോൺ. സമചതുരം, ചതുരം, ത്രികോണം ഒക്കെ ഓരോ ഷേപ്പാണ് അല്ലെ? ന്യൂനകോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ല. അപ്പൊ അത് തന്നെയാണ് ഒറ്റയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോഡ് ഭാഷയിൽ കാറ്റിനെ 24 എന്ന് എഴുതാമെങ്കിൽ റാറ്റിനെ എങ്ങനെ എഴുതാം? നോക്കൂ, സി വരുന്നത് എത്രാമത്തെ ലെറ്റർ ആയിട്ടാണ്? 3ാമത്തെ ലെറ്റർ ആണ്. ഇവിടെ 1ാമത്തെ ലെറ്റർ ആണ് എ. ടി എത്രാമത്തെ ലെറ്റർ ആണ്? 20ാമത്തെ ലെറ്റർ ആണ് അല്ലെ?
അപ്പൊ 20 3 23 1 24 അങ്ങനെയാണ് നമ്മൾക്ക് കിട്ടണത്. അപ്പൊ 6 എന്താണ്? ടി 20 ആണ് വെച്ചെങ്കിൽ 6 എന്താവും? 6 18 ആവും അല്ലെ? 18 ആവും. ഇനി എ 1 ആവും. ടി എന്താണ്? 20 ആവും. അപ്പൊ എല്ലാം കൂടി കൂട്ടിയാലോ? 20ഉം 10ഉം 30ഉം 8ഉം 38 1ഉം 39. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 8 27 64 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ. ഇത് എങ്ങനെയാ പറഞ്ഞത്? 1ന്റെ ക്യൂബാണ് 1 തന്നെ. 2ന്റെ ക്യൂബാണ് 8. 3ന്റെ ക്യൂബാണ് 27. 4ന്റെ ക്യൂബാണ് 64. അപ്പൊ 5ന്റെ ക്യൂബ് എന്താ വരിക? 5 25 25 125. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അതിവർഷത്തിൽ ഫെബ്രുവരി 1 വ്യാഴാഴ്ചയായാൽ മാർച്ച് 2 ഏത് ദിവസമായിരിക്കും? അതിവർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും അല്ലെ? അപ്പൊ 1 വ്യാഴാണ് വെച്ചെങ്കിൽ അടുത്ത വ്യാഴം എന്ത് വരും? 8 വരും. 7 കൂട്ടിയാലാണ് അടുത്തത് വരിക. അപ്പൊ 8 വ്യാഴം. പിന്നെ 8 7 15 വ്യാഴം, 22 വ്യാഴം, 29 വ്യാഴം അല്ലെ? 29 കഴിഞ്ഞ പിന്നെ മാർച്ച് 1 അല്ലെ? മാർച്ച് 1 എന്താവും? വെള്ളിയാവും. മാർച്ച് 2 എന്താവും? ശനിയാവും. അപ്പൊ 100 ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.